Hi guys, it's me Vaishak. ഇന്ന് നമുക്ക് MV അഗസ്റ്റയുടെ ബ്രിട്ടാലിയ സീരീസിൽ പെട്ട കുറച്ച് ബൈക്കുകൾ നോക്കാം. ഇവിടെ എക്സ്പോയിൽ ഇരിക്കുന്ന കുറച്ച് വെഹിക്കിൾസാണ്. ബ്രിട്ടാലിയ 800 RR ഉണ്ട്, അതുപോലെ RC ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്ന ഡ്രാഗ്സ്റ്റർ 800 എന്ന് പറഞ്ഞിട്ടൊരു വെഹിക്കിളോടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ആദ്യം ബൈക്കിൽ നിന്ന് കയറിയിരിക്കാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സായിപ്പന്മാരെയാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ഇത് ഞാൻ തന്നെയാണോ എടുക്കുന്നത് മറ്റൊരു എടുക്കുന്നതാണോ എന്ന്. ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് പറയാം ബാക്കി കാര്യങ്ങൾ. How is it, bro? You got the Awesome, same pace, awesome. man. Yeah, it's awesome. What a place. See, the front end grip must be higher. More load wheel going in the front. Yeah. Nice. Yeah, it's very It's a different approach, right? അപ്പോൾ ഇപ്പോൾ ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് സീറ്റിംഗ് പൊസിഷനൊക്കെ വെഹിക്കിൾ ഭയങ്കര ഷോർട്ടാണ്. നീളം നോക്കുവാണെങ്കിൽ വീൽ ബേസ് നോക്കുവാണെങ്കിൽ ഭയങ്കര ചെറിയൊരു ബൈക്കാണ്. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ബിഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റിയിലാണ് പോകുന്നത്. വേഗസ്റ്റ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത്ര എക്സ്പെൻസീവ് ആയിട്ടൊരു വെഹിക്കിളുമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിളാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിഫാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അപ്രോച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റ്, അതിൽ ഡിമും ബ്രൈറ്റുമായിട്ട് രണ്ടൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അയാൾ കയറിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നോർമൽ സീറ്റിംഗ് പൊസിഷനാണ്. പക്ഷേ ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് ചെരിഞ്ഞിട്ടാണ്. നമുക്ക് വലിയ ബാക്ക് പെയിനോ അങ്ങനെയൊന്നും വരാനുള്ള ചാൻസ് ഇല്ലാത്തൊരു വെഹിക്കിളാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് നമ്മുടെ വെയിറ്റും അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് ഫുള്ള് നമുക്ക് ഫ്രണ്ടിലുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ട്വിൻ ഡിസ്ക്കാണ്. അത് ബ്രംബോ ബ്രേക്കിൻ്റെ 4 കാലിപ്പേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ബാക്കിലും സെയിം ബ്രംബോ ബ്രേക്കിൻ്റെ സിംഗിൾ കാലിപ്പർ വരുന്നുണ്ട്. അതുപോലെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ 120/70 17 ടയേഴ്സാണ്. അത് പെർലിയുടെ ഡിയാബ്ലോ ടയേഴ്സും. ബാക്കിലേക്ക് വരുമ്പോൾ അത് 180/55/70 അതും സെയിം ടയർ തന്നെയാണ്. പെർലിയുടെ ഡിയാബ്ലോ റോസോ 3 സെക്കൻഡിൽപ്പെട്ട ടയേഴ്സാണ്. അത് ഭയങ്കര സോഫ്റ്റ് ടയറാണ്, ഭയങ്കര ഗ്രിപ്പായിരിക്കും. പക്ഷേ ലൈഫ് കുറവാണ്, അത്ര പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസ്ക് സൈസൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ 320 mm ബാക്കിൽ 220 mm ആണ്. അതുകൊണ്ട് പെറലി ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഒരു വെഹിക്കിൾ MV അഗസ്റ്റയുടെ ബ്രിട്ടാലി 800 RRൻ്റെ പെറലി വെർഷനാണ്. ഒരു സ്പെഷ്യൽ ഡിസൈൻ, ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ചേഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബ്രിട്ടാലി ആയിട്ട് നോക്കുമ്പോൾ. കാണാനൊക്കെ ഭയങ്കര രസമാണ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളും. നമ്മൾ ഈ സാധനം ഡിക്കാറ്റി മോൺസ്റ്ററിലൊക്കെ കാണുന്ന സൈസുള്ള അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത്. കാണാൻ രസമാണ്. ഡിസൈനിൽ ഒരു അന്യായ വെഹിക്കിളാണ്. ബാക്കിയുള്ള സൈലൻസറും ആ സീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പൊക്കെ കാണാനാണെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന ഡിസൈൻ മാരക ഡിസൈനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നു. അത് ഒത്തിരി വണ്ടിയാണ്, ചെറുതാണെങ്കിലും. കണ്ടു കഴിഞ്ഞാൽ ബാക്കിലെ എക്സോസ്റ്റ് 3 അത് 3 സിലിണ്ടർ വെഹിക്കിളാണ് വരുന്നത്. 800 cc 140 BSP കൊടുക്കുന്ന ഒരു വണ്ടിയാണിത്. അത് 87 Nm ഓഫ് ടോർക്കും ഉണ്ട്. നല്ലൊരു പവർഫുൾ വെഹിക്കിളാണ്. ഇനി എക്സോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റാണ്. ഇത് ശരിക്കും പല കൺട്രിയിലും ഈ എക്സോസ്റ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സൗണ്ട് അലൗഡ് അല്ല. ഓസ്ട്രേലിയയിൽ കുഴപ്പമില്ല, ഇന്ത്യയിൽ എന്തായാലും ഇത് അലൗഡ് ആവില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഇറങ്ങുവാണെങ്കിൽ തന്നെ ഇത് ഇന്ത്യയിലുണ്ട്, പക്ഷേ ഇതിന് സൗണ്ടിന് കുറച്ച് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഇത് MV അഗസ്റ്റയുടെ ബ്രിട്ടാലി 800ൻ്റെ RR സീരീസിൽപ്പെട്ടൊരു വെഹിക്കിളാണ്. ഇത് നിലവിൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഈ ഒരു വെഹിക്കിൾ ഇതിന് മുമ്പ് കണ്ട വെഹിക്കിളിന് നമുക്ക് 20 ലക്ഷം രൂപയോളമാണ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിന് വരുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒരു 25 lakhs വരും. പക്ഷേ ഇത് ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. കാരണം ഇത് റേസ് വെർഷനാണ്. മറ്റേത് 140 ആണെങ്കിൽ ഈ വെഹിക്കിളിലേക്ക് വരുമ്പോൾ 150 HP, അതൊരു 12,800 RPM വരും. 87 Nm ഓഫ് ടോർക്കും വരും. ഫ്രണ്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ വണ്ടി കാണാനും ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ബാക്ക് ടയർ വരുമ്പം ഇച്ചിരിയുടെ വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 200/55/17 എന്ന രീതിയിൽ ബാക്കിൽ വന്നു. ബാക്കി ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണാൻ ഭയങ്കര രസമുള്ള സംഭവമാണ്. പിന്നെ ഇതിനൊരു കളർ സ്കീം, ഈ ഒരു കളർ സ്കീമിലാണ് ഈ RC വരുന്നത്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വരുന്നത് ഇതിനൊരു ഫ്രീ ഫ്ലോ ഒരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. മറ്റേതിൽ കാണുന്ന പോലെ ഒരു 3 എക്സോസ്റ്റ് അല്ല വരുന്നത്, ഒരു സിംഗിൾ എക്സോസ്റ്റ്. അത് റൈസ് വെർഷന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബ്രിട്ടാലി RR ഒരു പെറലി വെർഷനായിരുന്നു. ഒരു പെറലി വെർഷൻ അല്ലാത്ത നോർമൽ RR ബ്രിട്ടാലി RR 800.
ഈ ഒരു കളർ സ്കീമിലാണ് ഇത് വേറെ കളർ സ്കീമുണ്ട്. പക്ഷേ മറ്റേതുപോലെ ഈ പിറളിയുടെ സ്റ്റിക്കേഴ്സും അതുപോലത്തെ ഒരു റെഡിൻ്റെ കുറേ ഗ്രാഫിക്സൊന്നും കൂടുതലായിട്ടില്ല. ഇതാണ് നോർമൽ RR തന്നെ. ഇതാണ് ഇച്ചിരി കാണാൻ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് എനിക്ക് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് കാണാൻ നല്ല രസമാണ്. പക്ഷേ അതിൻ്റെ എൻജിനും കാര്യങ്ങളും സ്പെക്കും എല്ലാം RRൻ്റെ കോമൺ ആണ്. അതുപോലെ 140 HP 87 Nm ഓഫ് ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടൊരു വെഹിക്കിളിനെ കുറിച്ച് നമ്മൾ നോർമലായിട്ട് പറയേണ്ട കാര്യമില്ല. എന്നാലും പറയുകയാണ്, ഈ വണ്ടിക്കകത്ത് നോർമലായിട്ട് വരുന്ന എല്ലാ ഇലക്ട്രോണിക്സ്, ABS, ട്രാക്ഷൻ കൺട്രോള്, അതുപോലെ സ്ലിപ്പർ ക്ലച്ച്, കിക്ക് ഷിഫ്റ്റേഴ്സ്, അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഫ്രണ്ട് ഫോക്കുള്ള ബാക്കിലൊരു സിംഗിൾ ഷോക്കാണ് വന്നത്. അങ്ങനെ കാണാനും നല്ല ഭയങ്കര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ അലോയ് വീൽ മറ്റേ നമ്മൾ കണ്ട പെർലി വെർഷനുമായിട്ട് കുറച്ച് ചേഞ്ച് ഉണ്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ടയർ സൈസും ഗ്രാഫിക്സും അതുപോലെ ഡിസ്ക് സൈസും എല്ലാം സെയിമാണ്. സിംഗിൾ സൈഡ് സ്വിങ്ങാമാണ് ഈ വെഹിക്കിളിന് വരുന്നത്. ഇതിൽ നിന്ന് കയറി നോക്കാം. പക്ഷേ ഇതും എനിക്ക് സെയിം ആയിട്ടാണ് ഹൈറ്റ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ കാലൊക്കെ ആണെങ്കിലും നേരെ സ്ട്രൈറ്റ് വന്ന രീതിയിലാണ്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. ഇപ്പോൾ ഈ എക്സ്പോക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ റൈഡിങ് ഗിയേഴ്സ് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ ഉണ്ട്. അതോടെ ഊരി വയ്ക്കാനൊന്നും നമുക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. ചെറിയൊരു ഇലക്ട്രോണിക് ഡിസ്പ്ലേയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഡാമ്പറും വെച്ചിട്ടുണ്ട്. അതുപോലെ നോർമൽ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഭയങ്കര ചെറുതായ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഈ പെട്രോൾ ടാങ്കിൻ്റെ കവറും ഒക്കെ ആണെങ്കിലും സ്പെഷ്യലി MV എന്നൊക്കെ ഡിസൈൻ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി വെൽ ഫിനിഷ്ഡ് ആണ്. ഇതുപോലെ നോക്കുക. പിന്നെ ഇതാണ് ഇച്ചിരി മുമ്പ് മതി MV അഗസ്റ്റയുടെ ആക്സ്റ്റർ 800 RR എന്ന് പറഞ്ഞിട്ടൊരു വെഹിക്കിൾ. ബ്രൂട്ടാലി സീരീസിൽ പെട്ട വെഹിക്കിളാണ്. പക്ഷേ നല്ല ഡിഫറെൻ്റാണ് വണ്ടി കാണാനൊക്കെ. ഈ വണ്ടി എനിക്ക് തോന്നുന്നത് ജൂലൈ 2019 ഇന്ത്യയിൽ ഈ വണ്ടി റിലീസാവുന്നത്. റിലീസ് പ്രൈസ് അവർ ഇട്ടേക്കുന്നത് 13 ലക്ഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 13 ലക്ഷം രൂപയ്ക്കൊന്നും ഇന്ത്യയിൽ അവൈലബിൾ ആവും എന്നുള്ളത്. എൻ്റെ ഒരു കണക്ക് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്ന ഒരു 15 to 17 വരാൻ ചാൻസ് ഉണ്ട്. ഈ വെഹിക്കിളിൻ്റെ 138 bhp 85 Nm ഓഫ് ടോർക്കുമാണ്. ഇച്ചിരി ടോർക്ക് കൂടിയൊരു വെഹിക്കിളാണ്. പവർ ഇച്ചിരി BHP ഇച്ചിരി കുറവാണെന്നുള്ളൂ. പക്ഷേ ബാക്കി എൻ്റെ ഹാൻഡിൽ ബാറിന് ഇച്ചിരി ചേഞ്ച് ഉണ്ട്. ഏറ്റവും വലിയ ചേഞ്ചിൻ്റെ റിവേഴ്സ് സൈഡിലെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് സൈഡിൻ്റെ ബാക്ക് സൈഡിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത പോലെ അത്രേ ഉള്ളൂ ബാക്കിലെ ഒരു ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് കാണാൻ ഭയങ്കര രസമാണ് നേരിട്ട് കാണാൻ. വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സൈഡിൽ നോക്കിയാൽ നല്ല രസമാണ്. പിന്നെ സ്പെഷ്യാലിറ്റിയാണ് ഇതിൻ്റെ വീല്. അലോയ് വീൽസ് അല്ല, സ്പോക്ക് വീൽസ് അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ റിം അലോയ് തന്നെയാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ അതിന് സ്പോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡിസൈനായിട്ട് ചെയ്തേക്കുന്നതാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് അലോയ് വീലിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടൊരു അപ്രോച്ചാണ് എനിക്ക് തോന്നുന്നത്. നോർമൽ സ്പോക്ക് വീൽസ് അല്ല. അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.